മാസം പ്രായമാകുന്നത് തൊട്ട് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് എന്ത് ഭക്ഷണമാണ് കൊടുത്തു തുടങ്ങേണ്ടത്? അതായത് 6 മാസം വരെയാണോ അമ്മയുടെ മുലപ്പാൽ കൊടുക്കേണ്ടത്, അതോ അതിന് മുന്നേ നമ്മൾ മറ്റു ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യണോ, അതോ വെള്ളം കൊടുക്കാം? അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ അമ്മമാർക്ക് ഉണ്ടല്ലേ. കാരണം കുട്ടികൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാ പാരൻസും ഒരുപാട് കൺസേൺ ആണ്. ഇപ്പം ഇന്ന് ഞാൻ അപ്പോൾ പറയാൻ പോകുന്നത് 6 മാസം തൊട്ട് ഒരു 1 ഇയർ വരെ, 1 വയസ്സ് വരെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ കുഞ്ഞുവാവകൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഓഫ് കോഴ്സ് 6 മാസം വരെ നമുക്ക് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് മതി. അതിന് നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡുകളൊന്നും ആവശ്യമില്ല. ഈവൻ വെള്ളം പോലും കൊടുക്കേണ്ടതില്ല. അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ മുലപ്പാൽ വഴി അവർക്ക് ആവശ്യത്തിനുള്ള ജലാംശം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മാസം വരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വാട്ടറും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷൻസും ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് വഴിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇനി 6 മാസം കഴിഞ്ഞിട്ട്, കാരണം നമ്മുടെ വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ ഈ ആഫ്റ്റർ 6 മന്ത്സ് 6 മാസം കഴിയുമ്പോഴാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി ഫുഡ്, അതായത് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശാസ്ത്രീയമായിട്ട് പറയുന്നത് അതുവരെ കുട്ടികൾക്ക് മറ്റ് ഫുഡുകളൊന്നും ആവശ്യമില്ലെന്നാണ്. പിന്നെ അത് ഓരോ കുട്ടികളുടെ ഹെൽത്തിനനുസരിച്ചും അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് വേരി ചെയ്യും. ചിലപ്പോൾ അമ്മമാർക്ക് പാലില്ലാണ്ട് വരുന്ന കേസിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള സമയങ്ങളിലൊക്കെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഡോക്ടർ സജസ്റ്റ് ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി ഫുഡ് കൊടുക്കാവുന്നതാണ്. നോർമലി 6 മന്ത്സ് 6 മാസത്തിന് ശേഷമാണ് നമ്മുടെ കുട്ടികൾക്ക് കോംപ്ലിമെൻ്ററി ഫുഡ് കൊടുക്കേണ്ടത്. 6 മാസം തൊട്ട് നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്ത് തുടങ്ങണം. കാരണം പിന്നെ അവരുടെ വളർച്ച ഈ ഒരു 6 to 1 ഇയർ ആണ് അവരുടെ ഗ്രോത്ത് ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ആ ഒരു സ്റ്റേജ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസും മറ്റ് വേണ്ട സപ്ലിമെൻറ്റ്സും കാൽസ്യം എല്ലാം കൃത്യമായിട്ട് തന്നെ ലഭിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അപ്പോൾ ഏറ്റവും അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് റാഗിയാണ്. റാഗി, പഞ്ഞിപ്പുല്ല് എന്നൊക്കെ പറയുന്ന റാഗി. അപ്പോൾ അതാണ് ഒരു ബെസ്റ്റ് ഫുഡാണ്. അപ്പോൾ അത് നമുക്ക് റാഗി വീട്ടിൽ ചെയ്യുന്നവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അത് കഴുകി ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ വളരെ നല്ലതായിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ ബ്രാൻഡ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതായത് കുറുക്കുണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ റാഗി എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ ഇനീഷ്യലി നമുക്ക് കൊച്ചു കുട്ടികളല്ലേ, അപ്പോൾ കുറച്ച് ആവശ്യമുള്ളൂ, ഒരു 1-2 സ്പൂൺ ആവശ്യമുള്ളൂ. അത് നമ്മൾ വെള്ളത്തിൽ പൊടി ആഡ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ അത് നന്നായിട്ട് കുറുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുറുക്കായിരിക്കണം. അതായത് വെള്ളം പോലെയല്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഒരു സെമി സോളിഡ് ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ സ്പൂണിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് താഴെ വീണോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ വീഴില്ലേ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആ ഒരു കട്ടിയില്ലേ, അതാണ് സെമി സോളിഡ് എന്ന് പറയുന്നത്. ആ ഒരു കട്ടിയിലാണ് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ഏത് കുറുക്കാണെങ്കിലും കേട്ടോ. ഇപ്പോൾ ഞാൻ റാഗി എന്ന് പറഞ്ഞു തുടങ്ങിയെന്നുള്ളൂ, മറ്റേ അടുത്ത ഫുഡുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറുക്കിന് പറയുമ്പോൾ കുറുക്ക് കൊടുക്കുന്ന ഈ ഒരു സെമി സോളിഡ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ റാഗി നമുക്കൊരു ബെസ്റ്റ് ഫുഡാണ്. കാരണം ധാരാളം അയണും കാൽസ്യം ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ് റാഗി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാവുന്നവർക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം ചൂസ് ചെയ്യുക. കാരണം കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അവരുടെ ആദ്യത്തെ ഫുഡാണ്. അപ്പോൾ ഒരിക്കലും ഒരു കെമിക്കൽസും ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഫുഡ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുറേ ആളുകൾ അതിൽ ഉപ്പ് ചേർക്കണോ ഷുഗർ ചേർക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ആരംഭത്തിൽ നമ്മൾ ഈ ഷുഗറും ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് നമ്മൾ ആദ്യം തന്നെ ഈ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ 1 സ്പൂൺ കുറുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരത് തുപ്പിക്കളയും. അത് അവരുടെ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാത്തതുകൊണ്ടോ ഉപ്പ് ആഡ് ചെയ്യാത്തതുകൊണ്ടോ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിലും ഒക്കെ എല്ലാ കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് കൊടുക്കുക. ഒരു 2-3 ദിവസമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ കഴിക്കാൻ തുടങ്ങും. പിന്നെ ആരംഭത്തിൽ നമ്മൾ ഒരുപാടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 3-4 സ്പൂണൊക്കെ അതും ഒറ്റ നേരം മാത്രം കൊടുത്താൽ മതി. അത് അവരെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു നോക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഫുഡുകൾ ആഡ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല 1 at a time എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ കൂടി നമ്മൾ ഫോളോ ചെയ്യണം. അതായത് നമ്മൾ ഒരു ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഫുഡ് മാത്രം കൊടുക്കുക. കാരണം കുട്ടികൾക്ക് അതിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ അറിയണം. അവർക്ക് എന്തെങ്കിലും മറ്റ് വയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഒരു 1-2 ദിവസം ഒരേ ഫുഡ് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ 2-3 ദിവസം വെയിറ്റ് ചെയ്യുക. പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 2 നേരത്തോട്ട് മാറ്റാം. അത് മാത്രമല്ല മറ്റു ഫുഡുകളും കൂടി ആഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ റാഗി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ശകലമൊക്കെ ഷുഗർ കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറിന് വേണ്ടിയിട്ട് ജാഗരി, അതായത് നമ്മുടെ ശർക്കര ചേർക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പനങ്കൽക്കണ്ണ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏത് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ലത് ചൂസ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ശർക്കരയൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് അഴുക്കുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ശർക്കരയൊക്കെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ അലിയിപ്പിച്ച് അത് തിളപ്പിക്കാൻ പറ്റും. തിളപ്പിച്ചിട്ട്
അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒരുപാട് വേസ്റ്റും പൊടിയും അതുപോലെ തന്നെ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് അരിച്ചെടുത്തിട്ട് പിന്നെ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാം. കുറുക്കിയിട്ട് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ ഇനീഷ്യലി കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് പനങ്കൽക്കണ്ടോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റ് മാത്രം വാങ്ങുക, ഉപയോഗിക്കുക. പിന്നെ അടുത്ത് നമ്മൾ രണ്ടാമത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മളെല്ലാവരും കൊടുക്കുന്നത് തന്നെയാണ് ഏത്തവാഴയ്ക്കപ്പൊടി അല്ലെങ്കിൽ കുന്നങ്കായപ്പൊടി, അതായത് ബനാന പൗഡർ. അത് ഏതും ആവാം, ഏത്തവാഴയ്ക്ക്, കുന്നങ്കായ, അങ്ങനെ പല രീതിയിലുണ്ട്. ഏതാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. ധാരാളം ന്യൂട്രീഷൻസ് ഉള്ളതും അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഏത്തവാഴയ്ക്കപ്പൊടിയും കുന്നങ്കായപ്പൊടിയും ഒക്കെ. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏത്തവാഴയ്ക്കപ്പൊടി കുന്നങ്കായപ്പൊടി എങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ? നമ്മൾ അത് വീട്ടിൽ തന്നെയുള്ള വാഴക്കൊല അരിഞ്ഞ് കഴുകി ഉണക്കി പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് വീട്ടിൽ ചെയ്യാം, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന്, അതായത് ഏതെങ്കിലും കമ്പനികളുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് അണ്ടറിൽ ഈ റാഗിപ്പൊടി ഏത്തവാഴയ്ക്കപ്പൊടിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ അമ്മമാർ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. ഒരു രീതിയിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. വിത്തിൻ 7 days ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിൽ കിട്ടുന്നതാണ്. 6 മാസം തൊട്ടുള്ള കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി അടുത്ത് നമുക്ക് കൊടുക്കാൻ തുടങ്ങുന്നത് നമുക്ക് നെക്സ്റ്റ് ഓരോരോ ഫുഡ്, അതിപ്പോൾ ചോറ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത് നമുക്ക് വീട്ടിൽ നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണെങ്കിൽ ചോറ് മിക്സിയിൽ അടിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉടയ്ക്കുക, അത്യാവശ്യം നന്നായിട്ട് വേവിക്കുക. അതിനുശേഷം നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരേ ഫുഡ് തന്നെ കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് മടുപ്പ് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും ചേഞ്ചസ് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ ചോറിൽ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ചെറുപയർ ഇടാം, അടുത്ത ദിവസം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം, കുറച്ച് അതുപോലെ തന്നെ തൈര് വേണ്ടവർക്ക് കുറച്ച് തൈര് ചേർക്കാം. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, ടേസ്റ്റിലൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാവുന്നതാണ്. കാരണം ഡിഫറെൻറ്റ് ഫുഡുകളാണ് എല്ലാവർക്കും ഇഷ്ടം, നമുക്കും ഇഷ്ടം അത് തന്നെയാണ്, അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് അത് തന്നെയായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. 6 to 7 ആ ഒരു മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറുക്കുകൾ തന്നെ കൊടുക്കാം. അതായത് ഈ പറഞ്ഞ റാഗി അതുപോലെ തന്നെ നമ്മുടെ ഏത്തവാഴക്കപ്പൊടിയൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ധാന്യക്കൂട് കൊടുക്കാൻ പറ്റും. പക്ഷേ ധാന്യക്കൂട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം 1-2 ധാന്യങ്ങൾ അല്ലെങ്കിൽ 2-3 ധാന്യങ്ങൾ മാത്രം ചേർത്ത് പൊടിച്ച് കൊടുത്ത് നോക്കുക. എന്നിട്ട് അതിന് കുട്ടികളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ചിലർക്ക് ധാന്യങ്ങളെല്ലാം പറ്റുന്നില്ല, ചിലർക്ക് ഗ്യാസ് പ്രോബ്ലംസ് വരും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും കുട്ടികൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ധാന്യങ്ങളും കൂടി ഒരുമിച്ച് പൊടിച്ച് കൊടുക്കുന്നതിന് മുൻപ് 1-2 കൊടുത്തിട്ട് അവരതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അവർക്ക് കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നമ്മുടെ ധാന്യക്കൂടൊക്കെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മുടെ വുമൺ ടു ഫ്ലൈയിൽ ധാന്യക്കൂടൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഹെൽത്ത് മിക്സ്. അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് വാങ്ങിയിട്ട് കൊടുക്കാം. അത് ആദ്യത്തെ ഒരു 2-3 മാസം നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ ചിലർ ചോദിക്കും നമ്മുടെ ബദാം അതുപോലെ തന്നെ നമ്മുടെ പിസ്ത ഇതൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന്. അത് നമുക്ക് കൊടുക്കാം. നന്നായിട്ട് പൊടിക്കുക, മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മുടെ കുറുക്കിൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം റോ ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, കുട്ടികളുടെ തൊണ്ടയിൽ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന പച്ചക്കറി ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ നമ്മുടെ കുട്ടികൾ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ചീരയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് നമ്മൾ കൊടുക്കുന്ന ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്യാരറ്റൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ച് ക്യാരറ്റ് മാത്രം വേണമെങ്കിൽ ഒരു നേരം അവർക്ക് കൊടുത്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ചോറാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മളൊരു 7-8 months ആകുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓറഞ്ച് കൊടുക്കാം. ഓറഞ്ച് എന്നൊക്കെ പറയുമ്പോൾ പൊളിച്ചിട്ട്, അതായത് അതിൻ്റെ പുറത്തത്തെ ഒരു പാടയുണ്ടല്ലോ, ആ പാടയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ അല്ലികളായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് അതിൻ്റെ നീര് അവർക്ക് ജ്യൂസായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ആപ്പിളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് നമുക്കത് അടിച്ചിട്ട് ജ്യൂസ് പോലെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അനാറ് ജ്യൂസായിട്ട് കൊടുക്കാം. അങ്ങനത്തെ പല രീതിയിലുള്ള ജ്യൂസുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഓരോരോ ടൈമിൽ നമുക്കത് കുട്ടികൾക്ക് അവർക്കൊരു ടേസ്റ്റിലൊരു ചേഞ്ച് വരും. അപ്പോൾ അവർക്ക് ഒരു മടുപ്പ് തോന്നാത്ത രീതിയിൽ മാറ്റി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു 8 മാസമൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആ ഒരു മുട്ടയുടെ മഞ്ഞ ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മഞ്ഞ മാത്രം കൊടുക്കാം, പക്ഷെ കൊടുക്കുന്ന സമയത്ത് കൂട്ടത്തിൽ വെള്ളം കൊടുക്കണം. കാരണം മുട്ടയുടെ മഞ്ഞയാണ് തൊണ്ടയിൽ കെട്ടും, അത് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക, ഒരു സ്പൂൺ വെള്ളം കൊടുക്കുക, അങ്ങനെ ആ രീതിയിൽ കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോറിൻ്റെ കൂട്ടത്തിൽ കുഴച്ച് നമ്മൾ അവർക്ക് ചോറ് കൊടുക്കുന്നതിന് കൂട്ടത്തിൽ മുട്ടയുടെ മഞ്ഞയും കൂടി കുഴച്ചൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുട്ടയുടെ വെള്ള സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചിക്കൻ, മീൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു 1 year അടുക്കുമ്പോൾ. അതായത് ഒരു
10 to 1 year ഈ ഒരു റേഞ്ചിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് ഉടച്ച് കുറച്ചേച്ച് കൊടുത്താൽ മതി. നമ്മൾ എന്ത് കുട്ടികൾക്ക് ആരംഭത്തിൽ കൊടുക്കുന്ന സമയത്ത് ഒരു നേരം ഒരുപാട് കൊടുക്കല്ല, അവർക്ക് കുറച്ച് കൊടുക്കുക. അവരതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അവരുടെ ബോഡി. കാരണം ചില കുട്ടികൾക്ക് പലർക്കും പല ഫുഡും അലർജിയാണ് അല്ലേ. ചില കുട്ടികൾക്ക് ഒരു ഫുഡും അലർജി ഉണ്ടാവില്ല, ചില കുട്ടികൾക്ക് ചിലത് പറ്റത്തുണ്ടാവത്തില്ല. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്ക് നമുക്കാണെങ്കിലും ചിലത് പറ്റുന്നതും പറ്റാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഏത് ഫുഡാണ്, ഇപ്പോൾ നമ്മൾ ചിക്കനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു 2-3 ഡേയ്സ് നമ്മൾ വേറെ പുതിയ ഫുഡൊന്നും കൊടുക്കരുത്. ഇതിനെന്തെങ്കിലും മാറ്റം അവർക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് കൊടുക്കാവൂ. കാരണം ഒരു ഫുഡ് പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്യുക, വേറൊന്നും പുതിയതായിട്ട് കൊടുക്കരുത്. കാരണം എന്തെങ്കിലും റിയാക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ ഈ കൊടുത്ത ഈ ഒരു ഫുഡിൽ നിന്നാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മീൻ കൊടുക്കുന്ന സമയത്ത് മുള്ളൊട്ടും ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയൊരു മുള്ളു പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള മീനുകൾ നോക്കിയിട്ട്, മുള്ളില്ലാത്ത മീനുകളൊക്കെ കിട്ടും, അങ്ങനത്തെ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വെള്ളം കൊടുക്കുന്നത് 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 6 മാസം വരെ നമുക്ക് അമ്മയുടെ മുലപ്പാൽ മാത്രം മതി, വെള്ളമൊന്നും വേണ്ട. പക്ഷേ 6 മാസത്തിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം കുറുക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറുക്ക് കഴിച്ച് കഴിയുമ്പോൾ അവർക്കൊരു 2-3 സ്പൂൺ വെള്ളം കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്തു നോക്കാം. ഇപ്പോൾ 3 സ്പൂൺ കൊടുത്തു, 4ാമതൊരു സ്പൂൺ കൂടി കൊടുക്കുമ്പോൾ അവർ കുടിക്കുകയാണെങ്കിൽ ഓക്കെ കൊടുക്കാം. 5ാമതൊരു സ്പൂൺ കൂടി കൊടുത്താൽ കുടിക്കുകയാണെങ്കിൽ കൊടുക്കാം. ഇല്ല ഒരു 2-3 സ്പൂൺ കൊടുത്തു, പിന്നെ കൊടുത്തപ്പോൾ തുപ്പി കളയുകയാണെങ്കിൽ ഓക്കെ മതി, അത് മതി, അത്രയും മതി അവർക്ക്. നെക്സ്റ്റ് അടുത്ത ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ 2-3 സ്പൂൺ വെള്ളം കൊടുക്കാം. ആ രീതിയിൽ കുറച്ച് കൊടുത്തിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് അവർ നമ്മുടെ ആ ഒരു ട്രാക്കിലോട്ട് വരും. അതായത് ഒരു 1 ഇയർ ആകുമ്പോഴേക്കും എന്താണ്, നമ്മൾ വീട്ടിലുള്ളവർ കഴിക്കുന്ന അതേ ഒരു ലെവലിലോട്ട്, നമ്മൾ വീട്ടിലുള്ള എല്ലാ ആളുകളും കഴിക്കുന്ന ഫുഡ് തന്നെ കഴിക്കുന്ന ലെവലിലോട്ട് കുട്ടികൾ എത്തണം എന്നാണ് പറയുന്നത്. അതായത് 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കുറച്ച് എരിവൊക്കെ കുറച്ചെടുക്കുക, മസാലയൊക്കെ കുറച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും കഴിക്കുന്ന അതേ ഫുഡ് തന്നെ 1 ഇയർ കഴിയുമ്പോൾ 1 വയസ്സാവുന്ന കുട്ടിയും കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ റാഗി, അതുപോലെ തന്നെ നമ്മുടെ ഏത്ത വാഴയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ ധാന്യക്കൂടി, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരമൊക്കെ ഇപ്പോൾ 4 മണിക്കോ അല്ലെങ്കിൽ രാവിലെ അങ്ങനെ ഒരു 1-2 നേരമൊക്കെ നമുക്ക് കുറുക്കായിട്ട് കൊടുക്കാം. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, കഴിക്കാൻ ശീലിപ്പിക്കുക. ഇപ്പോൾ ഇഡ്ഡലി, ദോശ അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് തന്നെ സെപ്പറേറ്റ് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പുതിയൊരു വീനിങ് രീതി എന്ന് പറയുന്നത് അവരെ സ്വയം ഭക്ഷണം കഴിപ്പിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നോർമൽ കൺവെൻഷണൽ മെത്തേഡാണ്. നോർമലി നമ്മുടെ കേരളീയർ ശീലിച്ച് പോന്നിരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ അല്ലേ. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെ ഈ ഒരു 1 ഇയർ കൊടുക്കാം, പിന്നീട് പതുക്കെ നമുക്ക് അവരെ തന്നെ കഴിക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവരാം. അത് ആരംഭത്തിലേ തുടങ്ങാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികളുടെ കൈ കൊടുക്കാം, അവർ തന്നെ കഴിക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ പറയാൻ വന്ന മറ്റൊരു കാര്യം, പഴം നമുക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ബനാന പൗഡർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴം പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചൊക്കെ 4 മണിക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള, അതായത് ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എല്ലാം അവരുടെ ഡയറ്റിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവർക്ക് ഓരോ ടൈമും ഫുഡ് കൊടുക്കേണ്ടത്. ആരംഭത്തിൽ നമ്മൾ 6 മാസത്തിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കുറുക്കുകളും കാര്യങ്ങളും കൊടുത്ത് തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോൾ പറഞ്ഞ പോലെ പച്ചക്കറികൾ ആഡ് ചെയ്യുന്നു, ചോറാണെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നു. പതുക്കെ നമ്മുടെ ആ ഒരു 1 ഇയർ 1 വയസ്സ് അവരെത്തുമ്പോഴേക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളും കഴിക്കുന്ന ഒരു ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ എക്സാക്ട്ലി നമ്മൾ കഴിക്കുന്ന അതെല്ലാം അവർ കഴിക്കുക എന്നല്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ഒരു അവർക്ക് വേണ്ടി എല്ലാ മീൽസും അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നിന്ന് അവർക്ക് 1-2 മീൽസ് മാത്രം, ഇതുപോലെ കുറുക്കായിരിക്കാം, അത് വളരെ ന്യൂട്രീഷൻ റിച്ച് ആയതുകൊണ്ടും അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് അയണും കാൽസ്യം ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ടും അവരുടെ ഹെൽത്തിന് അത് വളരെ നല്ലതാണ്, അവരുടെ ഗ്രോത്തിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്താണെങ്കിലും നിർബന്ധമായിട്ട് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കണ്ടിന്യൂ ചെയ്യണം. 2 വയസ്സ് വരെയെങ്കിലും ഫീഡിങ് വളരെ നല്ലതാണ്. 2 വയസ്സ് വരെയെങ്കിലും സാധിക്കുന്ന എല്ലാ ആളുകളും 2 വയസ്സ് വരെയെങ്കിലും നിർബന്ധമായിട്ടും കുട്ടികൾക്ക് ബ്രസ്റ്റ് മിൽക്ക് നൽകുക. അതിനുശേഷം പിന്നെ അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ മറ്റു ഫുഡുകളിലോട്ട് മാറാം. പക്ഷേ ഈ 1 വയസ്സിനുള്ളിൽ നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡാണ് കൊടുക്കുന്നത്. കോംപ്ലിമെൻ്ററി ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ബ്രസ്റ്റ് മിൽക്ക് നൽകേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.